വെൽക്കം ടു ദിസ് ചാനൽ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത് CBSE സിലബസ് ബേസ് ചെയ്ത് ക്ലാസ് 8 സ്റ്റാൻഡേർഡിന്റെ ചാപ്റ്റർ 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ലാക്ക് കീ ചൂടിയ, അതായത് എ കൈൻഡ് ഓഫ് ബാങ്കിൾ വിച്ച് ഈസ് മെയ്ഡ് ഓഫ് ലാക്ക്. ഓക്കെ, ഇനി ഈ ലെസൺ എഴുതിയ ആള്, അതായത് ലേഖകന്റെ പേരെന്താണ്? താഴെ കൊടുത്തിട്ടുണ്ട്, കാംതാനാഥ്. അപ്പൊ ഈ ലെസൺ അല്ലെങ്കിൽ ഈ കഥ എഴുതിയിരിക്കുന്ന ആളുടെ പേരെന്താണ്? കാംതാനാഥ്. കാംതാനാഥ് നമുക്ക് ഈ ലെസണിലെ ഒരു ബാങ്കിൾ മേക്കറിന്റെ കഥയാണ് പറയുന്നത്. അപ്പൊ കാംതാനാഥിന്റെ ചെറുപ്പകാലത്ത് കാംതാനാഥ് അമ്മേന്റെ സ്വന്തം വീട്ടിലേക്ക് പോണ സമയത്ത് അവിടെ ലേഖക് ഏറ്റവും കൂടുതൽ സമയം ചെലവാക്കിയത് ഈ ബാങ്കിൾ മേക്കറിന്റെ അടുത്തായിരുന്നു. ഓക്കെ, അപ്പം ഈ ലെസണിലെ രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ബദ്ലു എന്ന് പറഞ്ഞ ഒരു ബാങ്കിൾ മേക്കർ. ഇനി നോർത്ത് ഇന്ത്യയിലെ ബാങ്കിൾ മേക്കറിനെ പറയുന്ന പേരാണ് മണിഹാർ. നമ്മളിപ്പോ നമ്മുടെ നാട്ടിലെ ഗോൾഡ് സ്മിത്ത് ഒക്കെ ആണെങ്കിൽ നമ്മൾ തട്ടാമാര് അങ്ങനെ പറയില്ലേ, അതേപോലെ തന്നെ ബാങ്കിൾ മേക്കേഴ്സിനെ പറയുന്ന പേരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പേരെന്ന് പറയുന്നത് മണിഹാർ. അപ്പൊ ഈ ലെസണിൽ രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ഈ ബാങ്കിൾ മേക്കറായ ബദ്ലു. ബദ്ലുവിന്റെ സ്പെല്ലിംഗ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ബദ്ലുവിന്റെ സ്പെല്ലിംഗ്, ബദ്ലു. അപ്പൊ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന ആളുടെ പേരാണ് ബദ്ലു. ഓക്കെ, അപ്പൊ ബദ്ലുവിന്റെ പ്രൊഫഷൻ എന്താണ്? ബദ്ലു ഒരു ബാങ്കിൾ മേക്കർ ആണ്. ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ ബദ്ലു ഒരു മണിഹാർ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ബദ്ലുവിന്റെ പ്രൊഫഷൻ ബാങ്കിൾ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ബദ്ലു കാലഘട്ടത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാര് ബാങ്കിൾസ് കൈകൊണ്ട് ഉണ്ടാക്കുന്നത്, അതായത് ഹാൻഡ് ക്രാഫ്റ്റ് പ്രോഡക്ട്സ് ആയിരുന്നു ഈ ബാങ്ക്. ആ സമയത്ത് മെഷീൻസ് ഒന്നും വന്നിട്ടില്ല, ഇൻഡസ്ട്രീസ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ മിക്കവാറും ആൾക്കാര് ഇങ്ങനത്തെ ബാങ്കിൾസ് ആയിരുന്നു വാങ്ങിച്ചിരുന്നത്. അപ്പൊ ഈ കഥ ഒക്കെ ബേസ് ചെയ്തിരിക്കുന്നത് ലേഖക് ആയ കാംതാനാഥിന്റെ ചെറുപ്പകാലത്തിലാണ്. അപ്പൊ ചെറുപ്പകാലത്തിൽ നമ്മൾ എപ്പോഴും ചെറിയ കുട്ടികളാകുമ്പോൾ വെക്കേഷൻ ടൈമിലൊക്കെ നമ്മൾ നമ്മുടെ അമ്മമാരുടെ വീട്ടിലേക്ക് പോകും. അപ്പൊ അവിടുത്തെ ഓർമ്മകളൊക്കെ നമുക്ക് ഇപ്പോഴും നല്ലൊരു ഗ്രീനറി ആയുള്ള ഒരു ഫീലിംഗ് അല്ലേ. അപ്പൊ അതേപോലെ തന്നെ ലേഖകന്റെ ചെറുപ്പകാലത്ത് മിക്കവാറും അമ്മേന്റെ വീട്ടിലായിരിക്കും പോയിരുന്നത്. അപ്പൊ അമ്മേന്റെ വീട്ടിലേക്ക് പോവുകയാണെങ്കിലും അവിടെ ലേഖകന്റെ പല റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്, മാമൻ എല്ലാവരും ഉണ്ട്. പക്ഷെ ലേഖക ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത് ബദ്ലുവിന്റെ വീട്ടിൽ വന്നിട്ടായിരുന്നു. അപ്പൊ ബദ്ലുവിന്റെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ലേഖക് ശ്രദ്ധിച്ചിരുന്നത് ബദ്ലുവിനെ ആയിരുന്നു. ബദ്ലു എങ്ങനെയാണ് ആ ബാങ്കിൾസ് ഉണ്ടാക്കുന്നത്, ബദ്ലുവിന്റെ വീട്ടിലുള്ള സറൗണ്ടിങ്സ്, പിന്നെ ബദ്ലുവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇത്രയും കാര്യങ്ങളാണ് ബദ്ലു ഓർത്തിരുന്നത്. ഇപ്പോഴും ആ ലേഖകനെ വലുതായിട്ടും ലേഖകന്റെ ആ ഓർമ്മയില് ബദ്ലുവിന്റെ എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ ഓർമ്മ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ലെസണില് ലേഖക് നമുക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാല് ട്രഡീഷണൽ വേ ഓഫ് മേക്കേഴ്സ്, ബാങ്കിങ് മേക്കേഴ്സ്. ഇതിലൊരു ഉദാഹരണം മാത്രമാണ്. അതായത് ഇതേപോലെ ട്രഡീഷണൽ വർക്കേഴ്സിന്റെ ലൈഫിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുകൾ പല കാരണങ്ങളും ഉണ്ടാവാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മെഷീൻസ് ഒക്കെ വരാൻ തുടങ്ങിയപ്പോൾ അവരുടെ ട്രഡീഷണൽ വർക്കിന്റെ വാല്യൂ കുറഞ്ഞു, പ്രോഫിറ്റ് കുറയാൻ തുടങ്ങി. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് ജോലി നഷ്ടപ്പെടാൻ തുടങ്ങി. ജോലി നഷ്ടപ്പെട്ടപ്പോൾ അവരുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരാൻ തുടങ്ങി. ഇതിപ്പോ ബാങ്കിൾ മേക്കേഴ്സിന്റെ കാര്യം മാത്രമല്ല, ബാക്കി എല്ലാ ആൾക്കാരും, ഓൾ ദോസ് ഹു ഡു ട്രഡീഷണൽ വർക്ക്. ഓക്കെ, അപ്പോൾ ഈ കൈകൊണ്ട് ഉണ്ടാക്കുന്ന വർക്ക്, അതായത് പ്രോഡക്ട്സ് വിറ്റ് ജീവിക്കുന്ന ആൾക്കാരുടെ എല്ലാവരുടെ അവസ്ഥ എങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ലേഖകന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അയാളുടെ പേര് ബദ്ലു ആയിരുന്നു. അപ്പൊ ബദ്ലുവിന്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി, ആ മാറ്റങ്ങൾ അയാളുടെ ജോലിയിലും അതേപോലെ അയാളുടെ സ്വഭാവത്തിലും എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി, ഇതാണ് നമ്മുടെ ഈ കഥയിൽ നമുക്ക് വായിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കഥ തുടങ്ങണേക്കാൾ മുന്നേ നമ്മൾ അറിയേണ്ട കാര്യം ഈ ബാങ്കിൾസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്.
ഓക്കെ. അപ്പൊ ഈ ലാക്കി ചൂടിയ എന്ന് പറഞ്ഞാല് ലാക്ക് എന്ന് പറയുന്നത് ഒരു ഇൻസെക്റ്റിന്ന് എക്സ്ക്രീറ്റ് ചെയ്ത ഒരു സാധനമാണ്. അപ്പൊ ആ സാധനം പിന്നെ റോ മെറ്റീരിയൽസ് ആഡ് ചെയ്ത് ഉണ്ടാക്കുന്ന ബാംഗിളിനാണ് നമ്മൾ ലാക്കി ചൂടിയ എന്ന് പറയുന്നത്. ഈ ബാംഗിൾസ് എല്ലാം നോർത്ത് ഇന്ത്യയിൽ ഭയങ്കര പോപ്പുലർ ആണ്. ഇപ്പൊ നമുക്ക് സൗത്ത് ഇന്ത്യയിലും കിട്ടും. ഓക്കെ. അപ്പൊ നോർത്ത് ഇന്ത്യയിൽ മിക്കവാറും രാജസ്ഥാൻ, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ഉത്തർപ്രദേശ് ഇവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ വർക്കേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ചിട്ട് ഒന്ന് നന്നായി പഠിക്കാം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലെസൺ വായിച്ചെടുക്കാൻ വളരെ എളുപ്പമായി. അപ്പോ നമ്മൾ ആദ്യം അറിയേണ്ടത് ഈ ലാക്ക് എവിടുന്നാണ് കിട്ടുന്നത്. ഈ ലാക്ക് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഇൻസെക്റ്റിന്ന് എക്സ്ട്രാക്ട് ചെയ്ത ഒരു സംഭവമാണ്. അപ്പൊ ആ ഇൻസെക്ട് ഏതാണ്? ആ ഇൻസെക്റ്റിന്റെ പേരാണ് കറിയ ലാക്ക. ഓക്കെ. അപ്പോൾ ഈ ഒരു ഇൻസെക്ട്, ഈ ഒരു പ്രാണി നമ്മുടെ സെൻട്രൽ ഇന്ത്യ അതേപോലത്തെ നോർത്തേൺ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഇൻസെക്ട്സ് ഒക്കെ മരത്തിൽ നിന്ന് ആ ന്യൂട്രീഷൻ എക്സ്ട്രാക്ട് ചെയ്ത് അതിന്ന് അതിന്റെ എക്സ്ക്രീറ്റേന്റെ ഭാഗമായിട്ട് വരുന്ന ആ സംഭവം അതിനെ ആൾക്കാർ എന്ത് ചെയ്യും? കളക്ട് ചെയ്തിട്ട് മെൽറ്റ് ചെയ്ത് അതിനെ ചെറിയ ചെറിയ ഉണ്ടകളാക്കും. എന്നിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് ഈ ബാംഗിൾസ് ഉണ്ടാക്കുന്നത്. ഓക്കെ. അപ്പൊ കാര്യം മനസ്സിലായല്ലോ എവിടെ നിന്നാണ് ഈ ലാക്ക് നമുക്ക് കിട്ടുന്നത്. ഇനി അറിയേണ്ടത് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ബാംഗിൾസ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനൊരു നല്ലൊരു വീഡിയോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അത് കാണിച്ചു തരാം. നിങ്ങളൊന്ന് അത് ശ്രദ്ധിക്കുക. The soothing sound of mother's bangles, the merriment of a bride's bangles, the excitement of a child's bangles, the sorrow of a widow's broken bangles. All these bangles look similar, but their emotions are different. Hyderabad is famous for its Nizami culture and fashion style. People from all over the world come here for buying the famous Hyderabadi lac bangles. Lac bangles are considered as a sign of good omen from ancient times and worn by women for almost all occasions. It is said that this was an art inspired from the Lombardy tribes who made these bangles. Sheikh Shabir, a bangle maker, has been in this business for 25 years. To begin the process, two types of crystals, yellow berosa and black berosa, are taken in a kadai and heated. Meanwhile, Jia Patthar powder is filtered. This filtered powder is added to the berosa liquid and stirred until the liquid thickens. Now, chapdi or lac pieces are stuck to a wooden rod and heated. While the lac pieces are in a semi-molten state, a desired colored powder is added and mixed well. This colored lac is applied around the cylindrical rod
and the rod is flattened to the desired thickness with the help of a flat wooden tool called. The flattened piece is cut to the size of a bangle and rolled around a fixed number of hot metal rings. Then the bangle is slipped into a round wooden tool called khali and rolled over a wooden beam to join its ends to give it a proper shape. These plain bangles are then sent to some women for setting semi-precious stones called sequins. It takes 8 days for them to set stones on one set of bangles. After all this laborious task of setting the stones, they heat the bangle again and dip it into cold water to set the stones properly. These bangles are now sold to shopkeepers at different rates depending upon the quantity. Usually, one set contains 14 bangles, 2 big, 4 medium, and 8 small ones. This set is sold to the shopkeepers for 900 rupees. The raw materials and labor cost themselves cost rupees 700, leaving them a very small profit. The shopkeepers, however, sell the same set for 1,500 rupees. My name is Abdul Wajid. I am working since 10 years in the market. My age is 25 years old. They are here in the market at Charminar Lad Bazaar. They are in on the shop Nizam Jewelry Palace. This shop is of 6 years old. Now we are having the fancy bangles, lakh bangles, 4 bangles. The foreigners and all the people used to purchase these bangles. These bangles have the 20 colors. These are the 4 lakh bangles. Then we have the complete set. അപ്പൊ നോക്കിയില്ലേ എങ്ങനെയാണ് യെസ് അപ്പൊ നമ്മൾ കണ്ടു എങ്ങനെയാണ് ഈ ലാക്ക് വെച്ചിട്ട് ആൾക്കാർ ബാങ്കിൾ ഉണ്ടാക്കുന്നത്. കഷ്ടപ്പെട്ട് അവർ ബാങ്കിൾസ് ഉണ്ടാക്കുന്നു. അതിന്ന് അവർക്ക് വളരെ തുച്ഛമായ പ്രോഫിറ്റ് ആണ് കിട്ടുന്നത്. അപ്പൊ ഈ ബാങ്കിൾസ് വാങ്ങിച്ച് ഷോപ്കീപ്പേഴ്സ് നല്ല വിലയ്ക്ക് വിൽക്കും. പക്ഷെ ഈ ഉണ്ടാക്കിയ വർക്കേഴ്സിന് വളരെ കുറവായിരിക്കും പൈസ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ലെസന്റെ കണ്ടന്റ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി നമ്മുടെ ലെസൺ വായിക്കുന്നത്. അപ്പൊ നമുക്ക് ലെസണിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ലേഖക് ചെറിയ കുട്ടിയാട്ടോ. നമ്മുടെ ലേഖകന് ചെറിയ കുട്ടിയായിട്ട് തന്നെ കാണണം. അപ്പൊ ബീഹാറില് അല്ലെങ്കിൽ ഈ നോർത്തേൺ ഇതില് നമ്മൾ കുട്ടികളെ വാവെ എന്ന് വിളിക്കില്ലേ, മലയാളത്തിലൊക്കെ വാവെ വിളിക്കില്ലേ, അതേപോലെ തന്നെ ബീഹാറിലെ കുട്ടികളെ മിക്കവാറും വിളിക്കുന്ന അല്ലെങ്കിൽ ഉത്തർപ്രദേശ് ആ ഭാഗത്ത് വിളിക്കുന്ന ഒരു സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് ലാല, ലല്ല. അപ്പൊ ഈ ലല്ല എന്നുള്ള പേരാണ് ഈ ബദ്ലു എപ്പോഴും ഈ ലേഖകന് ആ പേരിലാണ് ലേഖകനെ വിളിച്ചിരുന്നത്. അപ്പൊ ചെറുപ്പത്തിലെ എപ്പൊക്കെ ബദ്ലുവിന്റെ വീട്ടിൽ പോകുമ്പോഴും ഈ ബദ്ലു എപ്പോഴും ആ ലേഖകനെ ലല്ലു എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ലല്ല എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചിരുന്നത്. അപ്പൊ നമ്മൾ ഈ കഥയില് വായിക്കുമ്പോൾ 2 ക്യാരക്ടേഴ്സ് ആണ് വരുന്നത്. ഒന്ന് ബദ്ലു, നമ്മുടെ മനീഹർ അല്ലെങ്കിൽ ബാങ്കിൾ മേക്കർ. രണ്ടാമത്തെ ആളാണ് ലേഖക്. ലേഖക് ചെറിയ കുട്ടിയാണ്. കുട്ടീനെ എപ്പോഴും ലല്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ലെസണിൽ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. ശരി. सारे गांव में बदलू मुझे सबसे अच्छा आदमी लगता था, क्योंकि वह मुझे सुंदर सुंदर लाख की गोलियां बनाकर देता था. मुझे अपने माँ के गांव जाने का सबसे बड़ा चाव यही था कि जब मैं वहां से लौटता था तो मेरे पास ढेर सारी गोलियां होती.
रंग बिरंगी गोलियां जो किसी भी बच्चे का मन मोह ले. നമ്മളിപ്പോ ബാംഗിൾസിന്റെ കാര്യമല്ലേ പറയണ്ടായിരുന്നത്, പക്ഷെ ഇവിടെ ലേഖകന്റെ ആഗ്രഹം എന്താണ്, ലേഖകൻ എന്തിനാണ് ഈ ബദലുവിന്റെ പിന്നാലെ പോകുന്നത്? ഓക്കെ, അതാണ് ഈ ഫസ്റ്റ് പാരഗ്രാഫില് പറയുന്നത്. അപ്പൊ ഇവിടെ പാരഗ്രാഫ് എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു കഥയില് ഒരു പാർട്ട് ഓഫ് ദാറ്റ് ലെസൺ, അതായത് ഒരു പാരഗ്രാഫിന് നമ്മൾ ഹിന്ദിയിൽ പറയുന്നതാണ് ഗദ്യാംശ്. ഓക്കെ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടില്ലേ, പഠിത് അപഠിത് ഗദ്യാംശ്, അത് തന്നെയാണ്. പാരഗ്രാഫിന് നമ്മൾ ഗദ്യാംശ്, ലെസണിലാണെങ്കിൽ പാരഗ്രാഫിന് നമ്മൾ ഗദ്യാംശാണ് പറയുന്നത്. അപ്പൊ ആദ്യത്തെ പാരഗ്രാഫ്, നമുക്ക് പാരഗ്രാഫ് തന്നെ പറയാം. ആദ്യത്തെ പാരഗ്രാഫില് ലേഖകർ വീട്ടിലേക്ക് എത്തുന്നത്, അതായത് അമ്മേന്റെ വീട്ടിലേക്ക് പോവാനുള്ള മെയിൻ റീസൺ എന്താണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ലേഖക് മിക്കവാറും അമ്മേന്റെ വീട്ടിലേക്ക് പോകും. അവിടെ ബദ്ലുവിനെ കാണാനാണ് ലേഖകന് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ്. എന്തുകൊണ്ടാന്ന് വെച്ചാലേ, ലേഖക് എപ്പൊക്കെ പോയിട്ടുണ്ടോ അപ്പൊ ഒക്കെ ബദ്ലു ലേഖകന് വേണ്ടിയിട്ട് ഈ ലാഖ് കൊണ്ട് നല്ല ഭംഗിയുള്ള കൂട്ടിക്കായ, ഓക്കെ, ഈ പണ്ട് നമ്മളിങ്ങനെ കൂട്ടിക്കായ വെച്ച് കളിച്ചിരുന്നല്ലോ, അതേപോലത്തെ കൂട്ടിക്കായകൾ ഉണ്ടാക്കി കൊടുത്തിരുന്നു. അപ്പൊ എപ്പോഴും പോണ സമയത്തൊക്കെ തിരിച്ചു വരുമ്പോ, അതായത് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോണ സമയത്ത് ലേഖകന്റെ കയ്യില് കുറെ ഇങ്ങനത്തെ കൂട്ടികൾ ഉണ്ടായിരുന്നു. ഓക്കെ, അതിനാണ് ഗോലിയ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ മീനിങ് നോക്കാം. സാരേ ഗാവുമേ, അതായത് മൊത്തം നാട്ടിൽ, ആ നാട്ടിലെ മുഴുവനും, ആ നാട്ടിലുള്ള ആൾക്കാരിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ്? ബദ്ലു മുझे सबसे अच्छा आदमी लगता था. അപ്പൊ ആ നാട്ടിലുള്ള ആൾക്കാരിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം അയാൾക്ക് ബദ്ലുവിനോടായിരുന്നു. എന്തുകൊണ്ടാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ക്യോങ്കി, എന്തുകൊണ്ടെന്ന് വെച്ചാൽ, വ മുझे സുന്ദർ സുന്ദർ ലാഖ് കി ഗോലിയ, അതായത് ഭംഗിയുള്ള ലാഖ് കൊണ്ട് ഉണ്ടാക്കിയ കൂട്ടികൾ അല്ലെങ്കിൽ ബോൾസ്, കുഞ്ഞു കുഞ്ഞു ബോൾസ്, ഓക്കെ, ബനാക്കർ ദേത്താ ഥാ, ഉണ്ടാക്കി തരുന്നു. ഇതുകൊണ്ടാണ് ആ ലേഖകന് ബദലുവിന് ഇത്ര ഇഷ്ടം. ചെറുപ്പത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ചെറിയ കുട്ടീന്റെ മനസ്സാണ്. അവിടെ എങ്ങനെയാണ് ആ കുട്ടി ബദലുവിനെ ഇഷ്ടപ്പെടുന്നത്, എന്തുകൊണ്ടാണ് കുട്ടി ബദലുവിനെ ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാന്ന് വെച്ചാല് ആ കുട്ടിക്ക് എപ്പോഴും നല്ല കളർഫുൾ ആയ, ബ്യൂട്ടിഫുൾ ആയ ചെറിയ ചെറിയ ലാക്ക് കൊണ്ട് ഉണ്ടാക്കിയ കൂട്ടികൾ ഉണ്ടാക്കി കൊടുത്തിരുന്നു കളിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അടുത്തത് വായിക്കാം. मुझे अपने मामा के गांव जाने का सबसे बड़ा चाव यही था कि जब मैं वहां से लौटता था तो मेरे पास ढेर सारी गोलियां होती, रंग बिरंगी गोलियां जो किसी भी बच्चे का मन मोह ले. അതായത് എനിക്ക് എൻ്റെ മാമന്റെ വീട്ടിലേക്ക്, അമ്മേന്റെ ബ്രദർ എന്ന് പറയുന്നത് മാമ, ഓക്കെ, അപ്പൊ എനിക്ക് മാമേന്റെ വീട്ടിലേക്ക് പോകാനുള്ള ഏറ്റവും വലിയ ആഗ്രഹം, അതായത് ബടീച്ച, എന്തുകൊണ്ടാന്ന് വെച്ചാല് എനിക്ക് മാമന്റെ വീട്ടിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോ കയ്യില് ഇഷ്ടം പോലെ കുറെ ഇങ്ങനത്തെ കൂട്ടികൾ ഉണ്ടായിരുന്നു. അതായത് ലാഖ് ഗോലിയ ആ കുട്ടീന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അതാണെങ്കിൽ നല്ല ഭംഗിയുണ്ട്, ഏത് കുട്ടിക്ക് അത് കണ്ടാലും ഇഷ്ടപ്പെടും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പാരഗ്രാഫ് വായിക്കുന്നതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം, മീനിങ് കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് മീനിങ് നോക്കാം. യെസ്, അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫിൽ വന്നിരിക്കുന്ന വേർഡ്സിന്റെ മീനിങ് ആണ് ഞാൻ പറയുന്നത്. നിങ്ങളത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അപ്പൊ ചൂടിയ പറഞ്ഞല്ലോ, ബാംഗിൾസ്. ചൂടി എന്ന് പറഞ്ഞാല് സിംഗിൾ ബാംഗിൾ, ഒറ്റവള. ചൂടിയ, ഇങ്ങനെ ഈ ചന്ദ്രകല ഇങ്ങോട്ട് വന്നാൽ എന്താണ്, കുറെ വളകൾ. ഓക്കെ, ബാംഗിൾസ്. ഇനി ലാക്ക് എന്താണ്, നമ്മൾ കണ്ടല്ലോ, ഒരു ഇൻസെക്ട്. ആ ഇൻസെക്റ്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു സംഭവം വെച്ചിട്ടാണ് നമ്മൾ ബാംഗിൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ extracted part from lakh insect which is used to make lakh bangles. Okay, ഇനി ഗാവ് എന്ന് പറഞ്ഞാൽ എന്താ, വില്ലേജ്. അച്ഛാ, ഗുഡ്. ആദ്മി, പേഴ്സൺ. ക്യോങ്കി, ബിക്കോസ്. എന്നുവെച്ചാല് ലേഖക് എന്തുകൊണ്ടാണ്
മാമന്റെ വീട്ടിലെ പോവാൻ ഇഷ്ടപ്പെടുന്നത് കാരണം പറഞ്ഞത് മനസ്സിലായല്ലോ. ആ സമയത്ത് നമ്മൾ ഈ വാക്ക് ഉപയോഗിച്ചു, ക്യോങ്കി. യെസ്, ബിക്കോസ്. സുന്ദർ, ബ്യൂട്ടിഫുൾ. പിന്നെ ഗോലിയ, ബോൾസ്. ബനാക്കർ, ടു മേക്ക്. ബനാക്കർ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയിട്ട് എന്ന് പറയും. ഓക്കെ, ബനാക്കർ. മാമ, മാമ എന്ന് പറയുന്നത് ആരാ? അമ്മേന്റെ ബ്രദർ. ഓക്കെ, ഇംഗ്ലീഷിലൊരു പ്രശ്നമുണ്ട്. നമ്മള് അമ്മേന്റെ ബ്രദർ ആയാലും അച്ഛന്റെ ബ്രദർ ആയാലും എല്ലാവരും അങ്കിളാണ്. ഓക്കെ, അപ്പൊ അവിടെ നമ്മള് മാമ എന്ന് പറഞ്ഞാലും അങ്കിൾ എന്ന് പറയണം. ഇനി വേറെ അച്ഛന്റെ ബ്രദർ എന്നുള്ള രീതിയിൽ വന്നാലും നമ്മൾ അവിടെ അങ്കിളിന് ഉപയോഗിച്ച് പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ മാമ എന്ന് പറഞ്ഞാല് മദേഴ്സ് ബ്രദർ ആണ്. ഇനി ബഡാ ചാവ്, ബിഗ് വിഷ്. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു എന്ന് പറയുന്നത്, അതാണ് ബഡാ ചാവ്. ലോട്ടത്ത, ഞാൻ തിരിച്ചു വന്നിരുന്നു. അതായത് മാമന്റെ വീട്ടിൽ നിന്ന് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത്. അപ്പം ഇവിടെ ലോട്ടത്ത എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? ലേഖക ഇവിടെ ഒരു മെയിലാണ്. ഓക്കെ, അതുകൊണ്ടാണ് ലോട്ടത്ത എന്ന് പറഞ്ഞത്. അപ്പൊ മെയിൽ തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ലോട്ടത്ത. ഫീമെയിൽ ആയിരുന്നെങ്കിലോ ലോട്ടത്തി. യെസ്, അപ്പൊ ഇവിടെ ലോട്ടത്ത എന്ന് പറയുന്നത് എന്താണ്? ഒരു മെയിൽ തിരിച്ചു വരുന്നു എന്നുള്ള കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ലോട്ടത്ത എന്ന് പറയുന്നത്. അപ്പോൾ ലഡ്ക ലോട്ടത്ത എന്ന് പറയണം, അങ്ങനെ പറയണം. ഇനി പെൺകുട്ടിയാണ്, ഫീമെയിൽ ആണെങ്കിൽ നമ്മൾ എന്ത് പറയണം? ലോട്ടത്തി. അപ്പൊ ബഡി ഈക്ക് മാത്രം അവിടെ വരണം. അപ്പൊ ഇവിടെ ലേഖക ഒരു മെയിൽ ആയതുകൊണ്ട് ലോട്ടത്ത എന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ലോട്ടത്ത എന്ന് പറഞ്ഞാൽ റിട്ടേണിങ് ബാക്ക്. ഡേർ സാരി. ഡേർ സാരി എന്ന് പറയുന്നത് എന്താ? a lot of, കുറെ കുട്ടികൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കുട്ടിക്ക്. അപ്പൊ ഢേർ സാരി ലാഖ് കി ഗോലിയ മിലി थी. ഓക്കെ, അപ്പൊ ഢേർ സാരി എന്ന് പറഞ്ഞാൽ a lot of. ഇനി രംഗ് ബിരംഗി ഗോലിയ. രംഗ് ബിരംഗി ഗോലിയ എന്ന് പറഞ്ഞാൽ കളർഫുൾ, ഡിഫറെന്റ് കളേഴ്സ് ഉള്ള ബോൾസ് അല്ലെങ്കിൽ കുട്ടികൾ. ഓക്കെ, ഇനി ബച്ച, ബച്ചെ. ഒരു സിംഗിൾ ഒരു കുട്ടീനെ പറയുകയാണെങ്കിൽ നമ്മൾ ചൈൽഡ് എന്ന് പറഞ്ഞാല് അതിന് ഉപയോഗിക്കുന്ന വാക്കാണ് ബച്ച, ബച്ചെ. ഓക്കെ, ഇനി കുറെ കുട്ടികളുണ്ട്, ചിൽഡ്രൻ എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ അതിനെ ഹിന്ദിയിൽ പറയുന്നതാണ് ബച്ചോ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ബച്ചോ. ബച്ചോ എന്ന് പറയുന്നത് ചിൽഡ്രൻ എന്നുള്ള വാക്കിനെ സൂചിപ്പിക്കുന്നതാണ്. വേറെ ചൈൽഡിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ബച്ച അല്ലെങ്കിൽ ബച്ചെ. ഓക്കെ, അപ്പോൾ ഇത്രയും വേർഡ്സ് ആയിരുന്നു നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ കണ്ടത്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ഇതിലേക്ക് പോവാം. सारे गांव में बदलू मुझे सबसे अच्छा आदमी लगता था, क्योंकि वह मुझे सुंदर सुंदर लाख की गोलियां बनाकर देता था. मुझे अपने मामा के गांव जाने का सबसे बड़ा चाव यही था कि जब मैं वहां से लौटता था तो मेरे पास ढेर सारी गोलियां होती, रंग बिरंगी गोलियां जो किसी भी बच्चे का मन मोह ले. ओके, इനി നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് കടക്കാം. वैसे तो मेरे मामा के गांव का होने के कारण मुझे बदलू को बदलू मामा कहना चाहिए था. कहना सॉरी, मामा कहना चाहिए था, परंतु मैं उसे बदलू मामा न कहकर बदलू काका कहा करता था, जैसा कि गांव के सभी बच्चे उसे कहा करते थे. बदलू का मकान कुछ ऊंचे पर बना था. मकान के सामने बड़ा सा सहन था, जिसमें एक पुराना नीम का वृक्ष लगा था. उसी के नीचे बैठकर बदलू अपना काम किया करता था. बगल में भट्टी दहकती रहती, जिसमें वह लाख पिघलाया करता. सामने एक लकड़ी की चौखट पड़ी रहती, जिस पर लाख के
के मुलायम होने पर वह उसे सलाख के समान पतला करके चूड़ी का आकार देता। पास में 4-6 विभिन्न आकार की बेलन नुमा मुंगेरियां रखी रहती, जो आग से कुछ पतली और आगे से कुछ पतली और पीछे से मोटी होती। लाख की चूड़ी का आकार देखकर वह उन्हें मुंगेरियों पर चढ़ाकर गोल और चिकना बनाता और तब एक एक कर पूरे हाथ की चूड़ियां बना चुकने के पश्चात वह उन पर रंग करता. ഓക്കെ, അപ്പൊ ഞാൻ ഇത്രയും വലിയ പാരഗ്രാഫ് വായിക്കാൻ ഉദ്ദേശം എന്താ വെച്ചാൽ, ഒറ്റയടിക്ക് വായിച്ചത് എന്തിനാന്ന് വെച്ചാല് നമുക്ക് വായിക്കാൻ അറിയണം. ആ വായിക്കുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന സ്ലാങ് അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ആ പാരഗ്രാഫ് ഫുള്ള് വായിച്ചത്. ഇനി നമുക്ക് ഡീറ്റെയിലേക്ക് പോവാം. ഇനി ആദ്യത്തെ സെന്റൻസ് ആണ്, വൈസെ തോ മേരെ മാമ കെ ഗാവ് കെ ഹോനെ കെ കാരൻ. അതായത് എൻ്റെ അമ്മേന്റെ നാട്ടിലത്തെ ആളായതുകൊണ്ട് മുझे ബദ്ലു മാമ കഹന ചാഹിയേ താ. അതായത് എൻ്റെ അമ്മേന്റെ നാട്ടിലത്തെ ആളായതുകൊണ്ട് എനിക്ക് ബദ്ലു മാമ എന്ന് എനിക്ക് വിളിക്കണം എന്നാണ് ഞാൻ വിളിക്കേണ്ടത്. എന്ന് വെച്ചാൽ അമ്മേന്റെ ബ്രദർ എന്നുള്ള സ്ഥാനത്താണ് ഞാൻ വിളിക്കേണ്ടത്. അതിന്റെ അർത്ഥം എന്താ? ഈ ലേഖകന്റെ ഫാമിലിയിലെ റിലേറ്റീവ് അല്ല ഈ ബദ്ലു. ഓക്കെ, അപ്പൊ നാട്ടിലത്തെ ഒരാള് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അമ്മേന്റെ നാട്ടിലത്തെ ആളായതുകൊണ്ട് ഞാൻ ശരിക്കും ബദ്ലുവിനെ ബദ്ലു മാമ എന്നാണ് ഞാൻ വിളിക്കേണ്ടത്. പക്ഷെ परंतु मैं उसे बदलू मामा न कहकर बदलू काका कहा करता था. അപ്പൊ ഇവിടെ കാക്ക, ബദ്ലു കാക്ക എന്ന് പറയുന്നത് അച്ഛന്റെ ബ്രദറിനെ പറയുന്നതാണ് ഈ കാക്ക. ഓക്കെ, കാക്ക എന്ന് പറയുന്നത് എൽഡർ ബ്രദറിനെയാണ് നമ്മൾ കാക്ക എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ താഴെയുള്ള ബ്രദറിന്, അതായത് അച്ഛന്റെ താഴെയുള്ള നമ്മൾ പാപ്പൻ എന്ന് പറയുന്നില്ലേ, അത് പറയുന്നത് അതിനെ പറയുന്നത് ചാച്ച. ഓക്കെ, അപ്പൊ അച്ഛന്റെ എൽഡർ ബ്രദറിനെ പറയുന്നതാണ് കാക്ക. ഓക്കെ, അച്ഛന്റെ താഴെയുള്ള ബ്രദറിനെ പറയുന്നതാണ് ചാച്ച. അപ്പൊ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്താണ്? കാക്ക. അതായത് അച്ഛന്റെ എൽഡർ ബ്രദർ എന്നെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ റിലേഷന്റെ പേരാണ് കാക്ക. ഓക്കെ, അപ്പൊ ലേഖക പറയാണ്, അമ്മേന്റെ നാട്ടിലത്തെ ആളായതുകൊണ്ട് ഞാൻ ശരിക്കും ബദ്ലുവിനെ ബദ്ലു മാമ എന്നാണ് ഞാൻ വിളിക്കേണ്ടത്. പക്ഷെ ഞാന് ബദ്ലു കാക്ക അല്ലെങ്കിൽ വല്യച്ഛ എന്ന് പറയില്ലേ, അങ്ങനെ വല്യച്ഛ എന്നാണ് ഞാൻ വിളിക്കാറ്. ഓക്കെ, അപ്പൊ ഇവിടെ ലേഖക്ക് ബദ്ലുവിന് ബദ്ലു മാമാന്റെ പകരം എന്തായിരുന്നു വിളിച്ചിരുന്നത്? ബദ്ലു കാക്ക. എന്തുകൊണ്ടാണെന്ന് പറയും. അപ്പൊ बदलू काका कहा करता था, जैसा कि गांव में सभी बच्चे उसे कहा करते थे. അതായത് ആ നാട്ടിലെ, അമ്മേന്റെ നാട്ടിലെ എല്ലാവരും ബദ്ലുവിനെ ബദ്ലു കാക്ക എന്നായിരുന്നു വിളിച്ചിരുന്നത്. അതുകൊണ്ട് ഞാനും ബദ്ലുവിനെ ബദ്ലു കാക്ക തന്നെ വിളിച്ചിരുന്നു. പക്ഷെ ശരിക്കും എന്റെ അമ്മേന്റെ നാട്ടിലത്തെ ആളായതുകൊണ്ട് ഞാൻ ബദ്ലു മാമ എന്നാണ് വിളിക്കേണ്ടത്. പക്ഷെ ആ നാട്ടിലെ എല്ലാ ചെറിയ കുട്ടികളും ബദ്ലുവിനെ ബദ്ലു കാക്കയായിരുന്നു വിളിച്ചിരുന്നത്. അപ്പൊ ഞാനും ബദ്ലു കാക്ക എന്നായിരുന്നു ഞാനും വിളിച്ചിരുന്നത്. അത്രയാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. ഓക്കെ ഓക്കെ ബദ്ലു കാ മകാൻ കുച്ച് ഊഞ്ചെ പർ ബനാ താ. അതായത് കുറച്ച് ഹൈറ്റിലായിരുന്നു. മകാൻ കെ സാമനെ ബഡാ സാ സഹൻ താ ജിസ്മേ ഏക് പുരാന നീം കാ വൃക്ഷ് ലഗാ താ. അതായത് ബദ്ലുവിന്റെ വീട് കുറച്ച് ഉയരത്തിലായിരുന്നു. അവിടെ വീടിന്റെ തൊട്ട് മുമ്പില് ഒരു ഇങ്ങനെ കുറച്ച് ഉയർന്ന ഒരു പ്ലാറ്റ്ഫോം പോലെയായിരുന്നു. അവിടെ നീം കാ വൃക്ഷ് എന്ന് പറഞ്ഞ നീം ട്രീ, അതായത് പഴയ ഒരു നീം ട്രീ ആയിരുന്നു അവിടെ ഉള്ളത്. ഓക്കെ, ഉസി കെ നീച്ചെ ബാഠ്കർ ബദ്ലു അപ്ന കാം കിയാ കർത്താ താ. അപ്പൊ ബദ്ലു എവിടെയായിരുന്നു ബദ്ലുവിന്റെ ജോലി ചെയ്തിരുന്നത്? വീടിന്റെ മുറ്റത്ത് ഒരു ഉയർന്ന സ്ഥലത്ത് ഈ നീമിന്റെ വൃക്ഷമുണ്ട്. ഓക്കെ, ആ മരത്തിന്റെ താഴെ ഇരുന്നിട്ടാണ് ബദ്ലുവിന്റെ ഈ വർക്ക്, അതായത് ബാംഗിൾ മേക്കിംഗ് വർക്ക് ചെയ്തിരുന്നത്. ബഗൽ മേ ഭട്ടി ദഹക്തി രഹത്തി. ഈ ഭട്ടി എന്ന് പറഞ്ഞാല് ഈ
നമ്മുടെ കോളൊക്കെ ഇട്ടിട്ട് ചൂടാക്കണ സാധനം നമ്മൾ ആ വീഡിയോയിലെ കണ്ടല്ലോ, അതിലിങ്ങനെ വെച്ചിട്ട് ബാംഗിൾസിനെ ഇങ്ങനെ ചൂടാക്കുന്നത്. അപ്പൊ ഒരു ചെറിയ ഒരു പാത്രത്തില് കുറെ കോളൊക്കെ ഇട്ടിട്ട് അത് ചൂടാക്കി അതിന്റെ കണലാവുമ്പോ അതിങ്ങനെ ഇങ്ങനെ എന്താ പറയാ ചൂടിൽ ഇങ്ങനെ പുകഞ്ഞ പോലെ നിൽക്കും. അതില് ഈ ചൂടി ഇടയ്ക്ക് കാണിച്ചു കൊടുത്ത് അത് ചൂടാക്കിയായിരുന്നു. അപ്പൊ അടുത്ത് ഈ സംഭവം, അതായത് ആ ഇങ്ങനെ ചൂടായി നിൽക്കുന്ന അതിനെ പറയുന്നതാണ് ഭട്ടി. ഭട്ടി അതായത് നമ്മൾ ഈ കോളൊക്കെ ചൂടാക്കി വെച്ച ഒരു പാത്രത്തിൽ വെച്ച ഒരു സംഭവമാണ് ഈ ഭട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഭട്ടി ദഹത്തി രഹത്തി. ഓക്കെ, ജിസ്മേ വഹ ലാഖ് പിഗ്ലായ കർത്ത. അപ്പൊ അതില് ആ ചൂടിൽ അയാൾ എന്തായിരുന്നു ചെയ്തിരുന്നത്? ഈ ലാഖ്, നമ്മൾ വീഡിയോയിൽ ഒരു റൗണ്ട് സാധനം ഒരു വടീന്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചിട്ട് അതിങ്ങനെ മെൽറ്റ് ചെയ്ത് അതിൽ കളർ ഇടുന്ന കണ്ടില്ലേ? അപ്പൊ ആ റൗണ്ട് സാധനമായിരുന്നു, ഒരു ബ്രൗൺ കളർ ചെറിയ ചെറിയ റൗണ്ട് സാധനമാണ് ഈ ലാക്ക് എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, ആ ലാക്ക് എന്ന് പറയുന്നത് അതിന്റെ ആ ഇൻസെക്ടിന്റെ ആ സാധനം അങ്ങനെ മെൽറ്റ് ചെയ്ത് ഒരു റൗണ്ട് പോലെ ആക്കിയതാണ്. അത് ഇവര് ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും? അതിനെ വീണ്ടും മെൽറ്റ് ചെയ്യും. ഓക്കെ ഓക്കെ, അപ്പൊ ഈ ഭട്ടീന്റെ മുകളിലായിരുന്നു ഈ ലാഖൊക്കെ മെൽറ്റ് ചെയ്തിരുന്നത്. അപ്പൊ ഭട്ടി ദഹത്തി രഹത്തി ജിസ്മേ വ ലാഖ് पिघलाया करता. सामने एक लकड़ी की चौखट पड़ी रहती जिस पर लाख के मुलायम होने पर वह उसे सलाख के समान पतला करके चूड़ी का आकार देता. അപ്പൊ നമ്മൾ കണ്ടു ഈ മെൽറ്റ് ചെയ്ത സാധനത്തിന് മുകളിൽ കളറൊക്കെ ഇട്ടിട്ട് അതിനെ ഇടിച്ച് റെഡിയാക്കി, എന്നിട്ട് ആ ഒരു വടി പോലത്തെ സാധനത്തിന് മുകളിൽ കളറൊക്കെ ഇതാക്കി, പിന്നെ ഇങ്ങനെ പൈപ്പ് പോലെ ചെറുതാക്കി അതിന്റെ മുകളിൽ ഒരു ഫ്ലാറ്റായ മരത്തിന്റെ മുകളിൽ ഇങ്ങനെ അമർത്തിയിട്ട് പിന്നെ അത് കട്ട് ചെയ്ത് മറ്റാൾക്ക് കൊടുക്കും. അപ്പൊ മറ്റാൾ എന്ത് ചെയ്യും? അതിന് ആ വളകളുടെ മുകളിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പൊ അവര് ഈ ഇങ്ങനെ അമർത്താൻ ഉപയോഗിച്ച താഴെയുള്ള ആ ഒരു പ്ലെയിൻ ഷീറ്റ് ഇല്ലേ, അതിനാണ് ഈ ലക്കടി ക ചോക്ക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിലാണ് ഇവര്, അതായത് ഇവിടെ പറയുന്നത് സാമനെ ഏക് ലക്കടി കി ചോക്കട് പടി രഹത്തി. അതായത് ഈ മെൽറ്റ് ചെയ്തിട്ട് ആ സാധനം അവര് ഉരുട്ടിയിട്ട് ഇങ്ങനെ പൈപ്പ് പോലെ ആക്കുന്നില്ലേ, അതിനെ ഒരു ഫ്ലാറ്റ് ആയ ഒരു സ്ഥലമില്ലേ, അതിനെയാണ് ഈ ലക്കടി കി ചോക്കട്ട് എന്ന് പറയുന്നത്. നമ്മൾ വീഡിയോയിൽ കണ്ടത് ഒരു സ്റ്റീൽ അല്ല മെറ്റലിന്റെ എന്തോ ആണ്, പക്ഷെ സാധാരണ അവര് ഈ മരത്തിന്റെ കഷ്ണാണ് ഉപയോഗിക്കുക. അതിനെയാണ് ലക്കടി കി ചോക്കട്ട് എന്ന് അവര് വിളിക്കുന്നത്. ഓക്കെ, അവിടെ അവരെന്ത് ചെയ്യും? മുലായം ഹോനേപ്പർ, അതായത് ഈ ലാക്ക് ഇങ്ങനെ മെൽറ്റ് ചെയ്ത് അത് സോഫ്റ്റ് ആയി ഇങ്ങനെ ട്യൂബ് പോലെ ആക്കി ചെറിയ കഷ്ണം ആക്കുമ്പോൾ, ട്യൂബല്ല ഇങ്ങനെ പൈപ്പ് പോലെ ആക്കി ചെറിയ കഷ്ണം ആക്കുമ്പോൾ पर उसे सलाख के समान എന്ന് പറഞ്ഞ പൈപ്പിന് പോലെ करके പത്ല करके ചൂടി का आकार देता. അപ്പൊ ആദ്യത്തെ ആൾ എന്ത് ചെയ്തു? അതിങ്ങനെ പൈപ്പ് പോലെ ആക്കി അതിന്റെ കഷ്ണം മുറിച്ച് അതിനെങ്ങനെ അമർത്തി, എന്നിട്ട് അതിനെങ്ങനെ ബെൻഡ് ചെയ്ത് അപ്പുറത്തേക്ക് ആൾ കൊടുത്തു. ആ ആളാണ് അതിനെ കറക്റ്റ് ഒരു ചൂടി, അതായത് ബാങ്കിളിന്റെ ഷേപ്പിലേക്ക് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പൊ ഈ പാരഗ്രാഫില് ബദ്ലുവിന്റെ വീട് എവിടെയാണ്, വീട്ടിൽ അയാൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുമ്പോൾ അയാളുടെ വീടിന്റെ ചുറ്റുമുള്ള സാധനങ്ങളെ കുറിച്ചിട്ടാണ് ലേഖക് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. പാസ് മേ 4-6 വിഭിന്ന ആകാർ കി ബേലൻ നുമ മുങ്കേരിയ റഖി രഹത്തി. അതായത് ബേലൻ നുമ എന്ന് പറഞ്ഞാൽ നമ്മൾ ചപ്പാത്തി പറ്റാൻ വേണ്ടി നമ്മൾ ആ ഒരു മുകളിൽ ഒരു കുഴല് പോലത്തെ ഒരു സാധനം, അതാണ് ഈ ബേലൻ നുമ മുങ്കേരിയ. അതായത് ആ ഷേപ്പിലുള്ള ഒരു അവർ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്, അതിനെയാണ് ഈ മുങ്കേരിയ എന്ന് പറയുന്നത്. ആ മുങ്കേരിയന്റെ ഷേപ്പ് എന്താ? ഈ ബേലൻ പോലത്തെ ഷേപ്പാണ്. ഓക്കെ, ജോ ആകെ സെ കുച്ച് പത്ലി ഓർ പീछे से मोटी होती. അതായത് ആ ആളാദ്യം മെൽറ്റ് ചെയ്ത് കളർ ചുറ്റണത് കണ്ടുണ്ടാവും, ഇങ്ങനെ ഒരു സിലിണ്ടറിക്കൽ റോഡ് പോലെ അതിന്റെ സൈഡിൽ ഇങ്ങനെ കൂടുതലുള്ള ഭാഗമായിരുന്നു. അതാണ് ഈ മുങ്കേരിയ എന്ന് പറഞ്ഞിട്ട് അവര് പറയുന്നത്. ഓക്കെ, जो कुछ पतली और पीछे से मोटी होती. इन्हीं लाख की चूड़ी का आकार देकर वह उन्हें मुंगेरियों पर चढ़ाकर गोल और चिकना बनाता और तब एक एक कर पूरे हाथ की चूड़ियां बना चुकने के पश्चात वह उन पर रंग करता. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് അവര് ആ ബാംഗിൾസ് ഉണ്ടാക്കുന്നത്. അപ്പൊ
ചെറുപ്പത്തിലെ ലേഖക് ബദ്ലുവിന്റെ വീട്ടിൽ പോകുമ്പോൾ സ്ഥിരം കാണുന്ന കാഴ്ചയാണ് ബദ്ലു എങ്ങനെയാണ് ബാംഗിൾസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ കാഴ്ചയിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് അവര് എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് അങ്ങനത്തെ ബാംഗിൾസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. ഓക്കെ, ഇതിനേക്കാൾ മുന്നേ നമുക്ക് ഇതിന്റെ മീനിങ്, വേർഡ് മീനിങ് കൂടി നമുക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. യെസ്, അപ്പൊ അത് പാരഗ്രാഫ് 2. ഇതില് ബദ്ലു മാമ എന്ന് പറയുന്നത് അമ്മേന്റെ ബ്രദറിനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ആക്ച്വലി മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാല് ബദ്ലു ഈ ലേഖകന്റെ റിലേറ്റീവ് അല്ല, പക്ഷെ അമ്മേന്റെ നാട്ടിലത്തെ ഒരാളായതുകൊണ്ട് ശരിക്കും ബദ്ലുവിനെ ലേഖക് ബദ്ലു മാമ എന്നാണ് വിളിക്കേണ്ടത്. അപ്പൊ ബദ്ലു കാക്കാന്റെ റിലേഷൻഷിപ്പ് എങ്ങനെയാ വരിക? അച്ഛന്റെ ബ്രദർ, അവിടെ അച്ഛന്റെ എൽഡർ ബ്രദർ ആണ് കാക്ക എന്ന വാക്കിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ലേഖക് ബദ്ലുവിനെ കാക്ക എന്ന് വിളിച്ചതെന്ന് വെച്ചാല് ആ അമ്മേന്റെ നാട്ടിലെ ബാക്കി എല്ലാ കുട്ടികളും ബദ്ലുവിനെ ബദ്ലു കാക്ക എന്നായിരുന്നു വിളിച്ചിരുന്നത്. അതുകൊണ്ടാണ് ലേഖക് ബദ്ലുവിനെ ബദ്ലു കാക്ക എന്ന് വിളിച്ചിരുന്നത്. പിന്നെ മക്കാൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഹൗസ് അല്ലെങ്കിൽ ഘർ. ഊഞ്ചെ അറ്റ് ഹൈറ്റ്. പിന്നെ സാമനെ ഇൻ ഫ്രണ്ട് ഓഫ്. ബഡാ സാ സെഹൻ ബിഗ് പ്ലാറ്റ്ഫോം, കുറച്ച് ഉയർന്ന ഭാഗം. पुराना नीम का वृक्ष ओल्ड नीम ट्री. बगल में beside. भट्टी എന്ന് പറഞ്ഞ furnace in which lac is heated. Then पिघलाया to melt. लकड़ी की चौखट wooden frame. Then मुलायम, നമ്മൾ ധ്വനിയിലെ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, കോമൽ, മൃദു. അതിന്റെ സിനോണിം വേർഡ് ആണ് മുലായം. അപ്പൊ നമുക്ക് സോഫ്റ്റ് എന്ന് പറയണമെങ്കിൽ നമുക്ക് മൃദുൽ എന്ന് പറയാം. ഓക്കെ, ഈ രണ്ട് വാക്ക് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കഴിഞ്ഞ പോയമിൽ നോക്കിയതാണ്. സോഫ്റ്റ് എന്ന് പറയണമെങ്കിൽ നമുക്ക് മൃദുൽ എന്ന് പറയാം, കോമൽ എന്ന് പറയാം, മുലായം എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത വാക്കുകൾ എന്ന് പറയുന്നത് സലാദ് കെ സമാൻ, സ്ലിം ലൈക്ക് പൈപ്പ്. പിന്നെ ആകാർ എന്ന് പറഞ്ഞാൽ ഷേപ്പ്. ചാർ ഛേ വിഭിന്ന, 4 or 6 ഡിഫറെന്റ്. പിന്നെ ബേലൻ നുമ, വുഡൻ റോഡ് യൂസ് ടു പ്രിപ്പയർ ചപ്പാത്തി. അപ്പൊ ബേലൻ നുമ എന്ന് പറഞ്ഞാൽ ഇവിടെ ഷേപ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ബേലൻ പോലെ അല്ലെങ്കിൽ ഒരു പൈപ്പ് പോലെ എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ ഈ ചപ്പാത്തിക്ക് പരത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ പൈപ്പ് പോലത്തെ ആ സാധനത്തിന് പറയുന്നതാണ് ബേലൻ നുമ. ഓക്കെ, പിന്നെ ചിക്കണ, ഷൈനി. പിന്നെ പശ്ചാത്, ആഫ്റ്റർ ദാറ്റ്. ഓക്കെ, പിന്നെ രംഗ് കർത്ത, ഫുഡ് കളേഴ്സ്, അതായത് അവസാനം ആ ഷേപ്പില് ബാങ്കിളിന്റെ ഷേപ്പിലാക്കിയിട്ട് അതിന്റെ മുകളിൽ കളേഴ്സ് വെച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മുടെ ആ സെക്കൻഡ് പാരഗ്രാഫിൽ വന്നിരിക്കുന്ന വേർഡ്സിന്റെ മീനിങ്. അപ്പൊ ഞാൻ ഈ വീഡിയോയില് ഇവിടെ വരെ നിർത്തുകയാണ്. ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അടുത്ത പാരഗ്രാഫിലൂടെ അതിന്റെ കണ്ടിന്യൂഷനിലേക്ക് പോകും.